ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന ദോശമാവിലേക്ക് തക്കാളി ഇട്ടുകൊണ്ട് നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ദാ ബാക്കി വന്ന ദോശമാവും ഒന്ന് രണ്ട് തക്കാളി ഇട്ടിട്ട് നല്ല കിടിലം വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിലോട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഞാനിതാ 2 തക്കാളിയാണ് എടുത്തത്. ഇത് രാവിലത്തെ ബാക്കിയുള്ള ദോശമാവ് വൈകുന്നേരമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ചെറിയ ജാർ എടുത്താണ് ഞാൻ ഇതാ ഈ 2 തക്കാളി ഇതുപോലെ മുറിച്ചിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 2-3 വറ്റൽമുളക് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വറ്റൽമുളക് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ചെറിയൊരു സവാളിൻ്റെ പീസും കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ദോശമാവ് വെച്ചിട്ട് ഈ ഒരു കിടില റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തലേന്ന് ബാക്കിയുള്ള ദോശമാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് ഇതുപോലെ ഈ ഒരു വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാനിതാ കുറച്ച് കരിവേപ്പില ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ സമയത്ത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് 2-3 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണേ. ഈ ഒരു തക്കാളിൻ്റെ ഈ ഒരു സോസൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതൊരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 5 മിനിറ്റ് മാത്രം സമയം ഉണ്ടെങ്കിൽ മതിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ നല്ലൊരു കിടില ചട്നിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു വലിയ തക്കാളി ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പിന്നെ വേണ്ടത് ചെറിയൊരു സവാള വളരെ ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ടിടുക. പിന്നെ 3-4 വറ്റൽമുളകും പിന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 2 സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കണേ. പിന്നെ ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പത്തേക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ചട്നി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ അധികം ടൈമും വേണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ അതങ്ങോട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു ഫാൻ അടുപ്പത്ത് വെച്ചേനെ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഒരു സ്പൂണ് കടുക് ഇങ്ങനെ ഇട്ട് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം കുറച്ച് വറ്റൽമുളക് 2-3 മതിയെ. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ജസ്റ്റ് നിങ്ങളുടെ കളറ് മാറിയതിന് ശേഷം കേട്ടോ നമ്മൾ നേരത്തെ തക്കാളി കൂട്ടുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോണത്. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിന് വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ടേസ്റ്റ്. ഞാൻ കുറച്ച് ഉണ്ടാക്കിയെടുക്കണമല്ലേ. അപ്പോൾ അതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ചട്ടനിയും കൂടി കിട്ടണി നന്നായിട്ട് അങ്ങോട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഇതങ്ങോട്ട് വാങ്ങി വെക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് പോരായി ഉണ്ടായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന്. നിങ്ങൾക്ക് മുളക് കുറച്ചും കൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനതായാലും ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ചട്നി റെഡിയാണ്. അടിപൊളി ടേസ്റ്റുള്ള ചൂടാറണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ 5 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മാവ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത്. ആ ഒരു ചട്നി ഉണ്ടാക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചതിനേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ പിന്നെ ഓയിലോ ഏതായാലും പ്രശ്നമല്ല കേട്ടോ. ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഓരോ തവി മാവ് ഒഴിച്ച് ഇതുപോലെ അങ്ങോട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബബിൾസ് വരുന്നതിന് ശേഷം ഒന്നങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം നമ്മളെ ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് കറിയൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് ഈ ഒരു ചൂടോട് കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇത് തന്നെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് ഇങ്ങനെ ബാക്കിയുള്ള ദോശമാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കിയെടുത്താലും മതി. എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തവർക്കൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് ഇതിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കാണ്ട് ഈ ഒരു ബബിൾസ് വരുന്ന വരെ ജസ്റ്റ് ഒന്നങ്ങോട്ട് എന്നിട്ടവിടെ മൂടി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കണേ. ഇനി ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഏതായാലും പ്രശ്നമല്ല കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു
കിടിലം ബ്രേക്ക്ഫാസ്റ്റും ആയിട്ട് റെസിപ്പി ആയിട്ടൊക്കെ പറ്റും കേട്ടോ. ഇനി രാവിലത്തെ ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ബേക്കറി ഐറ്റംസ് കൊടുക്കണാട്ടി നല്ല ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ വിശപ്പും കൂടും. പിന്നെ ദോശമാവ് ബാക്കി ഉണ്ടാവില്ലല്ലോ, എളുപ്പമാണല്ലോ. വെറും 2 മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തന്നെ നമ്മളെ ഈ ഒരു കിടിലം റെസിപ്പി റെഡി ആയതിനെ വെറും 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട്. കാണാത്തോലൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചട്ടിനിയും ഈ ഒരു ദോശയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.